പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപുലരിയിലേക്ക് ഏവർക്കും വീനയിൽ നിന്ന് നിങ്ങൾക്ക് സ്വാഗതം. കർത്താവിൻ്റെ ജന്മപ്പെരുന്നാൾ കൊണ്ടാടുന്ന ഈ സമയത്ത്, മഞ്ഞ് പെയ്യുന്ന ഈ നല്ല സുദിനത്തിൽ നിങ്ങൾക്ക് ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്താ നമുക്കറിയാം. സുവിശേഷം പരിശോധിക്കുമ്പോഴും പ്രവാചകന്മാർ BC നൂറ്റാണ്ടിൽ തന്നെ പ്രവചിച്ചിട്ടുണ്ട് അവൻ എന്തിനാണ് വരുന്നത്. യോഹന്നാന്റെ ലേഖനം 1-3 അധ്യായം 8 വാക്യത്തിൽ പറയുന്നത്, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളിൽ യേശുക്രിസ്തു ജനിക്കാത്തതിന് ഒരു കാരണം, നമ്മളിൽ പൈശാചികത എന്ന് വെച്ചാൽ തിന്മയുടെ സ്വാധീനം ഉണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാനാണ് യേശുക്രിസ്തു വന്നതെങ്കിൽ, ഈ വർഷത്തെ ക്രിസ്തുമസ് നമ്മൾ കൊണ്ടാടുമ്പോൾ, അല്ലെങ്കിൽ ഈ ജന്മപ്പെരുന്നാൾ എനിക്ക് ദൈവത്തിന്റെ നന്മ കൊണ്ട് നിറയാൻ, എന്നിലുള്ള തിന്മ എല്ലാ മനുഷ്യനിലും ഉണ്ട്. ഇത് പറയുമ്പോൾ പലരുടെയും ചിന്ത, എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നത് ചിന്തിക്കാം. മനുഷ്യനായി എന്നിൽ എപ്പോഴും ഒരു തിന്മയുടെ സ്വാധീനം എന്നെ സ്വാധീനിക്കും. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നമുക്ക് അവസരങ്ങൾ തിന്മയിലേക്ക് ചാഞ്ചാടാൻ തോന്നുമെങ്കിൽ, അനുകൂലമായാൽ ഉറപ്പായിട്ടും നമ്മൾ വീണു പോകാൻ സാധ്യത. അതുകൊണ്ടാണ് പൗലോസ് നിൽക്കുന്നു എന്ന് പറയുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കാൻ പറയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ക്രിസ്മസ് എന്നിലുള്ള എല്ലാ തിന്മകളും മാറി എന്നിൽ നന്മ, അതാണ് യേശുക്രിസ്തു. സന്മനസ്സുള്ളവർക്ക് സമാധാനം, എല്ലാവർക്കും നന്മ പ്രതീക്ഷിച്ചാണ് യേശുക്രിസ്തുവിന്റെ ജനനം ഈ ഭൂമിയിൽ വന്നത്. അവന്റെ പ്രത്യക്ഷത അതാണ്. അതുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് അനുഗ്രഹത്തിന്റെ, സന്തോഷത്തിന്റെ അടിപൊളി ക്രിസ്മസ് ആയിട്ട് മാറട്ടെ. പ്രിയമുള്ളവരെ, എന്നിൽ നന്മ കൊണ്ട് നിറയുന്ന ഒരു ക്രിസ്മസ് ആയി മാറുവാൻ, അത് നന്മ എന്ത് തന്നെ ആയിക്കോട്ടെ, നിന്നിലുള്ള നന്മ അതെല്ലാവരിലും ഉണ്ട്. തിന്മയേക്കാൾ കൂടുതൽ അതിന് നന്മയുണ്ട്. ആ നന്മ തിരിച്ചറിഞ്ഞ് എനിക്ക് ഈ ഭൂമി ജീവിക്കുവാൻ, ഈ വർഷത്തെ ക്രിസ്മസ് അനുഗ്രഹമായി മാറി തീരുവാൻ ദൈവത്തിന്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസനം എല്ലാവർക്കും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.